അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോട്ടപ്പുറത്ത് മുസ്ലിംസിൻ്റെ ഒരു ലേക്ക് ഷോർ പാർക്ക് ഉണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ ഒരു അന്തരീക്ഷമുണ്ട്. നമ്മൾ ബീച്ചിൽ പോയാൽ പോലും കിട്ടാത്തൊരു അന്തരീക്ഷമുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് അവിടെ അത് പണി കഴിപ്പിച്ചത്. നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് വെച്ചാണ്. ഒരുപാട് ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട്. ഞായറാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻസിന് ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. അത്രയും ആൾക്കാർ ഇവിടെ വന്ന് പോകും. അതുപോലെ നമ്മുടെ അടുത്ത് ഏറ്റവും നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് കിട്ടുന്ന കടകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടപ്പുറം മാർക്കറ്റിൻ്റെ അകത്തോട് വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് വന്നത് കേട്ടോ. ഇതിനകത്ത് എൻട്രൻസ് ഫീസ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് പാർക്ക് എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. അതുപോലെ മുതിർന്നവർക്കായാലും വർത്തമാനം പറഞ്ഞിരിക്കാനും എല്ലാത്തിനും പറ്റിയിട്ട് നല്ലൊരു അന്തരീക്ഷമുണ്ട് ഇവിടെ നമുക്ക്. ഒരു ചെറിയൊരു 2 മണി 3 മണിക്ക് ശേഷം അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിംസിൻ്റെ ബോട്ടുകൾ നമുക്ക് ഇവിടുന്ന് 1-2 പേർക്ക് കയറുന്നതിനനുസരിച്ച് അവിടുന്ന് കൂടുതൽ ആൾക്കാർ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബോട്ടുകളുണ്ട്. 9-10-12 പേരെ ഇരിക്കുന്ന ബോട്ടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നമുക്ക് കയറാൻ പറ്റും. അതേപോലെ നമുക്കൊരു ചെറിയൊരു കുട്ടികളുടെ ബർത്ത്ഡേ എന്തെങ്കിലും ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിപൊളി പിള്ളേരൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ ഒരു വട്ടെങ്കിലും വന്നവർ നമുക്ക് എങ്ങനെ പോയാലും ഒരു വട്ടം വന്നെത്തിപ്പെട്ടാൽ അവരെങ്ങനെയായാലും പല വട്ടം വരാനായിട്ട് അവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. ഇപ്പോൾ ബീച്ചിൽ പോകണ പോലെയല്ല ശരിക്കും. എന്നാൽ ഒരു സൈഡ് ഫുള്ളായിട്ട് നല്ല അടിപൊളി പുഴത്തീരങ്ങൾ, ഇവിടുത്തെ കാറ്റ് എന്താ രസം. അപ്പോൾ മിക്ക ആൾക്കാരും നമ്മുടെ ഇവിടങ്ങളിൽ പോയിട്ടുണ്ടാകണം. അപ്പോൾ ലോക്കലായിട്ടുള്ള എല്ലാവരും നമുക്ക് ഇവിടെ അടുത്തുള്ളവരെല്ലാവരും പോയിട്ടുണ്ട്. ഞാനും പലവട്ടം പോയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി അകലേന്ന് വന്നവർക്കായാലും തേടി പിടിച്ച് ഇവിടെ വന്നാൽ ആ ഒരു വരവിനുള്ളൊരു ഗുണം ഇവിടെ കിട്ടും. അത്രയും ഒരു ഫീലാണ് ഇവിടെ. അതേപോലെ തന്നെ നമുക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറിഞ്ചു മറിയത്തിൻ്റെ ജോർജിൻ്റെ ഒരു പടമുണ്ടല്ലോ, അതിനകത്ത് മറിയത്തിൻ്റെ വീട് ഇതിനോട് ചേർമ്മയാണ് വന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങളൊക്കെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ആ വീടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് അതും കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാലും ആ വീട് കാണാം. അടിപൊളി ഒരു വീടുണ്ട് അത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ടാവും. ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു 4 മണി 4:30 സമയമായിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പരിചയക്കാരെ അവിടെ കണ്ടപ്പോൾ ഇവിടെ ഒരു 6 മണി 5:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്രയ്ക്ക് ജനങ്ങളായിരിക്കുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ പല കടകളും കിട്ടും അവിടെ നമുക്ക് കഴിക്കാനായിട്ട്. ഒരുപാട് കടകൾ ആ സൈഡിലായിട്ട് വന്നിട്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ജോഷിയുടെ പടം, നല്ല സൂപ്പർ പടം. മാർക്കറ്റായി നമുക്ക് കുറേ അടിപൊളി ഹിറ്റ് പടം വരും. അപ്പോൾ ഇതിൽ ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വരികയാണ്. അപ്പോൾ ഇതേപോലെ ഇതിലാണ് നമുക്ക് കയറി വരുന്നതല്ല. ഇതിനോട് ഈ സൈഡുകളിലൊക്കെ കടകളുണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട്. ഞങ്ങളവിടെ ചായ കുടിച്ചു. വൈകുന്നേരം നമ്മൾക്ക് അവരൊരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് എല്ലാ കടകളും ഓപ്പൺ ആകുന്നത്. ഒരു 8 മണി വരെ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. കേട്ടോ, എത്ര വരെയൊക്കെ ആൾക്കാരുണ്ടാവും. സമയം നമുക്ക് ചിലവഴിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നതിന് നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷനൊക്കെ കുറച്ചൊക്കെ മാറി. അത് ഇപ്പോൾ വരുമായിരിക്കും, അത് വേറെ. പക്ഷേ ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ അത് മാറുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ബോട്ടുകളുണ്ടാവും. കുറച്ച് കേടായി കിടക്കുന്ന ബോട്ടുകളാണ് തോന്നുന്നത്. ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. മുസ്ലിംസിൻ്റെ ഭാഗമായിട്ടുള്ള ടൂറിസ്റ്റിൻ്റെ. പക്ഷേ കേടായതൊക്കെ കയറ്റി കെട്ടിയിട്ടുണ്ട്. പുതിയതപ്പം തന്നെ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് മൂത്തുകുന്നം പാലം, 2 പാലവും നല്ല അടിപൊളി മനോഹരമായിട്ട് കാണാൻ പറ്റും. ഒരു യാത്ര കഴിഞ്ഞൊരു ബോട്ട് ആളിറക്കാനായിട്ട് വന്നതാണ് അത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും ഒരു 30 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നായാലും വരെയും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു ഗുണം നമുക്ക് കിട്ടും. ഒരു 3 മണിയാകുമ്പോഴേക്ക് എത്തിയാൽ മതി. അത്രയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞു നിർക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളൊന്ന് അറിയിക്കണം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഷെയർ ചെയ്യുക. നമ്മുടെ നാടല്ലേ, മറ്റുള്ളവർ സ്ഥലത്തോട്ട് എത്തട്ടെ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഞാൻ ചായ കുടിക്കുന്ന വീഡിയോ ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പഴംപൊരിയും ചായയാണ് കഴിച്ചത്. അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇത് കോട്ടപ്പുറം മാർക്കറ്റാണ് കാണുന്നത്.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റണവരിട്ടാ, ചിലവർ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അതിനെ എപ്പോഴും പറയണ്ടല്ലോ എന്ന് പറയും. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, കമൻറ്റുകളായിട്ട് അറിയിക്കാൻ പറ്റുന്ന ഒരു കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ കൊണ്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.